ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഹിപ്സ് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ തിയറി എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്കണോമിക് തിയറിയാണ്. അതായത് ഒരു ഗവൺമെൻറ് മാറി, അതായത് ഇലക്ഷൻ സമയത്ത് ഒരു ഗവൺമെൻറ് മാറി അടുത്ത ഗവൺമെൻറ്റിലേക്ക് വരുമല്ലോ. അപ്പോഴത്തേക്ക് ഇലക്ഷൻ സമയത്ത് എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് അതായത് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചില നയങ്ങൾ എടുത്തുകൊണ്ട് അത് വോട്ടേഴ്സിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചില നയങ്ങൾ എടുക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു തിയറിയാണ് ഇത്. നമുക്കിതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഹിപ്സ് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ തിയറി 1977 ഡഗ്ലസ് ഹിപ്സ് എന്നുള്ള എക്കണോമിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ ഹിപ്സ് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ തിയറി എന്നറിയപ്പെടുന്നത്. ഇതിന്റെ മെയിൻ ഐഡിയ ഇതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ദ തിയറി ആർഗ്യൂസ് ദാറ്റ് ഗവൺമെന്റ്സ് മാനിപ്പുലേറ്റ് എക്കണോമിക് പോളിസീസ് ബിഫോർ ഇലക്ഷൻസ് ടു ഇംപ്രൂവ് ദെയർ ചാൻസസ് ഓഫ് വിന്നിംഗ് വോട്ട്സ്. അതായത് അവർ വോട്ട് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ പോളിസീസ് മാനിപ്പുലേറ്റ് ചെയ്യും. ഓക്കെ, അവരുടെ എക്കണോമിക് പോളിസീസ് ഇലക്ഷന് തൊട്ട് മുമ്പായിരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പെട്ടെന്നൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അതൊക്കെ കടം മേടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം വോട്ടേഴ്സ് ജനറലി പ്രിഫർ ലോ അൺഎംപ്ലോയ്മെന്റ്. വോട്ടേഴ്സ് എന്താണ് പ്രിഫർ ചെയ്യുന്നത്? തൊഴിലില്ലായ്മ കുറഞ്ഞിരിക്കണം, ഹൈ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണം. ഇത് രണ്ടും ഒരു ടെമ്പററി ആയിട്ട് അവർ സൃഷ്ടിക്കും. സോ പൊളിറ്റീഷ്യൻസ് മേ യൂസ് എക്സ്പാൻഷറി പോളിസീസ് ബിഫോർ ഇലക്ഷൻസ്. അത് ഇലക്ഷൻസിന് മുമ്പായിട്ട് ഒരു എക്സ്പാൻഷറി പോളിസി കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ഒരു ജനങ്ങൾക്ക് അവരുടെ അടുത്തൊരു മതിപ്പുണ്ടാവുകയും വോട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രിക്കാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതാണ് ഈ തിയറിയുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. ഈ തിയറി എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹൗ ഇറ്റ് വർക്ക്സ്. അതായത് ഇലക്ഷന് മുമ്പായിട്ട് ബിഫോർ ഇലക്ഷൻസ് ഗവൺമെന്റ് എന്ത് ചെയ്യും? ദ ഗവൺമെന്റ് ഇൻക്രീസസ് പബ്ലിക് സ്പെൻഡിങ് ഓർ കട്ട് ടാക്സസ്. അതായത് പബ്ലിക് സ്പെൻഡിങ് കൂട്ടും. പബ്ലിക് സ്പെൻഡിങ് എന്ന് പറയുന്നത് ഇപ്പം പാലം പണി, റോഡ് വികസനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് പണം ചിലവാക്കുന്നതിനാണ് പബ്ലിക് സ്പെൻഡിങ് എന്ന് പറയുന്നത്. ഇത് ഈ രണ്ട് കാര്യങ്ങളല്ല, ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാലും, അതായത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു പണം ചിലവാക്കും. അല്ലെന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് കുറയ്ക്കും. ടാക്സ് റേറ്റ് കുറയ്ക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആൾക്കാരുടെ കയ്യിൽ കുറച്ച് ടാക്സ് പേ ചെയ്യുക, അതിനർത്ഥം അവരുടെ കയ്യിൽ കൂടുതൽ പണം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും. അതിന് ഡിസ്പോസിബിൾ ഇൻകം എന്നാണ് പറയുന്നത്. അവരുടെ കയ്യിൽ കൂടുതൽ ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടാവുകയും അവർക്ക് കൂടുതൽ പണം ചിലവാക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാരുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് അവിടെ കൂടുകയാണ്. ആൾക്കാരുടെ കയ്യിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കണം. അവർക്ക് ചിലവാക്കാനുള്ള പൈസ ഉണ്ട് എന്നൊരവസ്ഥ വരും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻക്രീസ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോഴത്തേക്ക് ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൾക്കാർക്ക് ഡിമാൻഡ് കൂടുതലല്ലേ, സാധനങ്ങൾ ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അവർ കുറച്ച് ടാക്സ് അടയ്ക്കുന്നുള്ളൂ, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഗവൺമെന്റ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് പബ്ലിക് സ്പെൻഡിങ് കൊണ്ടുവന്നിട്ട്. അപ്പോഴത്തേക്ക് ഇത് മുതൽ എടുത്തുകൊണ്ട് പുതിയ ഫേമുകൾ വരും, കൂടുതൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യപ്പെടും. ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻക്രീസ്. കൂടുതൽ ഔട്ട്പുട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ, അതായത് ആൾക്കാരെ കൂടുതൽ ജോലിക്ക് എടുക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അൺഎംപ്ലോയ്മെന്റ് കുറയുന്നത്. ഇങ്ങനെ അൺഎംപ്ലോയ്മെന്റ് കുറയുമ്പോഴത്തേക്ക് വോട്ടേഴ്സ് ഹാപ്പി ആവുന്നു. അപ്പോൾ ഈ ഒരു ട്രിക്കാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ തിയറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി ഇവർ ചെയ്യുന്നത്, ഇവർ ഖജനാവിൽ പൈസ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഇവർ കടം മേടിച്ചിട്ടൊക്കെ ആയിരിക്കും. ഇപ്പം മറ്റ് ഗവൺമെന്റിൽ നിന്നൊക്കെ കടം മേടിച്ച്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം മേടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ആഫ്റ്റർ ഇലക്ഷൻസ് ദ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഓഫൺ ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. നേരത്തെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് സൃഷ്ടിച്ചില്ലേ, അത് പണപ്പെരുപ്പത്തിലേക്ക് നയിക്കാനിടയാവും, ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നതിന് കാരണമാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ദ ഗവൺമെന്റ് മേ ദെൻ അഡോപ്റ്റ് റെസ്ട്രിക്റ്റീവ് പോളിസീസ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. അപ്പോൾ അവിടെ പിന്നെ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ ഇൻഫ്ലേഷൻ, ഈ പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള നടപടികളാണ് പിന്നെ എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള നടപടികളിലേക്ക് ഗവൺമെന്റ് നിർബന്ധിതമായിട്ട് നീങ്ങേണ്ടി വരും. പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എക്കണോമിക് ഗ്രോത്ത് സ്ലോസ് ടെമ്പററിലി. അതായത് താൽക്കാലികമായിട്ട് ഒരു എക്കണോമിക് ഗ്രോത്ത് അതിനൊരു സ്ലോ ഡൗൺ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ആഫ്റ്റർ ഇലക്ഷൻ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഈ തിയറിയിലെ ഹിപ്സിന്റെ കോൺട്രിബ്യൂഷൻ നോക്കാം. അതായത് ഹിപ്സ് എംഫസൈസ്ഡ് ദാറ്റ് ലെഫ്റ്റ് വിങ് ആൻഡ് റൈറ്റ് വിങ് ഗവൺമെന്റ്സ് ഹാവ് ഡിഫറെന്റ് എക്കണോമിക് പ്രയോറിറ്റീസ്. അപ്പോൾ ലെഫ്റ്റ് വിങ്ങും, ഇപ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം ഉണ്ടല്ലോ, ഇപ്പോൾ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഉള്ള പോലെ, ഇപ്പം രണ്ട് വിങ് ഗവൺമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും രണ്ട് ലക്ഷ്യങ്ങളായിരിക്കും, രണ്ട് എക്കണോമിക് പ്രയോറിറ്റീസ്, അതായത് സാമ്പത്തികമായിട്ട് രണ്ട് രീതിയിലുള്ള പ്രയോറിറ്റീസ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുക. ഇപ്പം ലെഫ്റ്റ് വിങ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് വിങ് പാർട്ടീസ് ജനറലി പ്രയോറിറ്റൈസ് ലോ അൺഎംപ്ലോയ്മെന്റ്. ഈ ലെഫ്റ്റ് വിങ് ആണെന്നുണ്ടെങ്കിൽ ലോ അൺഎംപ്ലോയ്മെന്റ്, അതായത് തൊഴിലില്ലായ്മ കുറച്ച് വെക്കുന്നതിനാണ് ഇവർ ശ്രമിക്കുക. അത് മാത്രമല്ല, ആൻഡ് ആർ മോർ വില്ലിംഗ് ടു ടോളറേറ്റ് ഹയർ ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ ഉണ്ടായാൽ അവർ ടോളറേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു അവസ്ഥയാണ് ലെഫ്റ്റ് വിങ്ങിനുള്ളത്. ഓക്കെ, അതായത് അവർ സഹിക്കാൻ ഇൻഫ്ലേഷൻ കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടാണ് ഇവർക്കുള്ളത്.
റൈറ്റ് വിങ് പാർട്ടി ആണെന്നുണ്ടെങ്കിലോ ജനറലി പ്രയോറിറ്റൈസ് ലോ ഇൻഫ്ലേഷൻ. അവർ ലോ ഇൻഫ്ലേഷൻ ആണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. മറ്റവർ ഹൈ ഇൻഫ്ലേഷൻ ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ റൈറ്റ് വിങ് ലോ ഇൻഫ്ലേഷൻ ആണ് അവർ മുൻഗണന കൊടുക്കുന്നത്, അതാണ്. ആൻഡ് ആർ മോർ വില്ലിംഗ് ടു അക്സെപ്റ്റ് ഹയർ അൺഎംപ്ലോയ്മെന്റ്. നേരെ തിരിച്ചാണ്. ഓക്കെ, അതായത് അവർ ഹയർ അൺഎംപ്ലോയ്മെന്റ് ആയാലും അത് കുഴപ്പമില്ലാതെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എയിമുകളാണ് ഈ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് പാർട്ടീസിന് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ മോഡലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡയഗ്രാം മനസ്സിലാക്കാം. ഇതിൽ വൈ ആക്സിൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് കൊടുത്തേക്കുന്നത്, എക്സ് ആക്സിൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കാണാം പൈ ആർ, പൈ എൻ, പൈ എൽ എന്നൊക്കെ കൊടുത്തേക്കുന്ന പോയിന്റുകൾ ഇത് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് യു ആർ, യു എൻ, യു എൽ എന്നൊക്കെ കൊടുത്തേക്കുന്നത് ഡിഫറൻറ്റ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഇവിടെ ഒരു ഈ കർവിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതിൽ ഈ ആർ എന്ന് പറയുന്നത് പോയിന്റ്, എൽ എന്ന് പറയുന്ന പോയിന്റ് അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് ആർ എന്ന് പറയുന്ന സ്ഥാനത്ത് എല്ലും വരണം, എൽ എന്ന പോയിന്റിന്റെ സ്ഥാനത്ത് ആറും വരണം കേട്ടോ. അതായത് ഇവിടെ ഏറ്റവും മുകളിലുള്ള പോയിന്റ് എൽ ആണ് കേട്ടോ. ഈ എൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ് ഗവൺമെന്റ് പ്രിഫർ ചെയ്യുന്ന പോയിന്റാണ് എൽ എന്ന് പറയുന്നത്. മുകളിൽ വരുന്നത് നേരത്തെ പറഞ്ഞായിരുന്നു, ലെഫ്റ്റ് വിങ് പ്രിഫർ ചെയ്യുന്നത് ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനും ലോ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് വിങ് പ്രിഫർ ചെയ്യുന്ന താഴത്തെ പോയിന്റ് ആണ്. താഴത്തെ പോയിന്റ് പ്രത്യേകം വെച്ചാൽ എന്താണ്, ലോ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനും ഹൈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കാണാം ഈ രണ്ട് പോയിന്റ് നടുവിലായിട്ട് സി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഈ സി എന്ന് പറയുന്നത് നാച്ചുറൽ റേറ്റ് പൊസിഷൻ ആണ്. അതായത് ഇവിടെ സ്റ്റേബിൾ ഇൻഫ്ലേഷൻ ആണ്. സ്റ്റേബിൾ ഇൻഫ്ലേഷൻ വരുമ്പോഴത്തേക്ക് അവിടെ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ പൈ എന്നും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് യു എന്നും ആണ് ആ പോയിന്റ് സി എന്ന പോയിന്റിൽ വരുന്നത്. ഇനി നമുക്ക് ഈ തിയറിയുടെ ക്രിറ്റിസിസംസ് നോക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അസ്യൂംസ് വോട്ടേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് മെയിൻലി ബൈ റീസെന്റ് എക്കണോമിക് കണ്ടീഷൻസ്. അതായത് റീസെന്റ് ആയിട്ടുള്ള എക്കണോമിക് കണ്ടീഷൻസ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്താണ് വോട്ടേഴ്സ് വോട്ട് ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. അതായത് മോഡേൺ വോട്ടേഴ്സ് മേ റെക്കഗ്നൈസ് ഇലക്ഷൻ ഡ്രിവൺ പോളിസി മാനിപ്പുലേഷൻ. അവർക്കത് മനസ്സിലാവും. ഈ ഗവൺമെന്റ് ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഒരു പോളിസി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത് അവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാകും എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്തത് മിക്ക രാജ്യങ്ങളിലും സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ഇങ്ങനെ സെൻട്രൽ ബാങ്കിന്റെയും കൂടെ അതിനെയും കൂടെ ഒരു ഡിപ്പെൻഡന്റ് വരുമ്പോഴാണ് ഈ പോളിസിക്ക് കറക്റ്റായിട്ട് അവർക്ക് ഫണ്ടൊക്കെ കറക്റ്റായിട്ട് റേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സെൻട്രൽ ബാങ്കിന്റെ ഇൻഡിപെൻഡൻസ് വരുമ്പോഴത്തേക്ക് മെനി കൺട്രീസ് ലിമിറ്റ്സ് ഗവൺമെന്റ്സ് എബിലിറ്റി ടു മാനിപ്പുലേറ്റ് ദ എക്കോണമി. അപ്പോൾ എക്കോണമി മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ള ആ എബിലിറ്റിയിൽ നിന്നും ഈ ഒരു സെൻട്രൽ ബാങ്കിന്റെ ഇൻഡിപെൻഡൻസ് അവർക്ക് അതൊരു തടസ്സം നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഈ തിയറി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ വിമർശനങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തിയറിയുടെ കൺക്ലൂഷനായിട്ട് പറയാവുന്നത്, ഹിപ്സ് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ടഡ് ഗവൺമെന്റ്സ് ഇൻഫ്ലുവൻസ് എക്കണോമിക് പോളിസീസ്. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യും, ആ എക്കണോമിക് പോളിസീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്രിയേറ്റ് ഫേവറബിൾ എക്കണോമിക് കണ്ടീഷൻസ് ബിഫോർ ഇലക്ഷൻസ്. അതായത് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് കണ്ടീഷൻസ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷന് മുമ്പായിട്ട്. അത് ഏത് നിലനിൽക്കെ വിത്ത് ഡിഫറൻറ്റ് പാർട്ടീസ് ചൂസിങ് ഡിഫറൻറ്റ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് ട്രേഡ് ഓഫ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല ലെഫ്റ്റ് വിങ്ങിനും റൈറ്റ് വിങ്ങിനും രണ്ട് രീതിയിലുള്ള പ്രിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നിലനിൽക്കെ അവർ ആ ഒരു പോളിസി, അതായത് എക്കണോമിക് മാനിപ്പുലേഷൻ നടത്താൻ ശ്രമിക്കും അക്കോർഡിംഗ് ടു ദെയർ പൊളിറ്റിക്കൽ ഐഡിയോളജി. ആ ഉള്ള ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി വെച്ചുകൊണ്ട് അവരൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കും, എക്കണോമിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇതാണ് എൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.